ഗൈസ്, ഇത് ഏതൊരു ബില്യണറുടെ വീടാ? ഇയാളുടെ കാർ കളക്ഷൻ കണ്ടില്ലേ? ഇയാളുടെ വീടിന് മുമ്പിലേ ഇഷ്ടം പോലെ കാറുണ്ട്. അതും കുറേയൊക്കെ സൂപ്പർ കാറാ. അവിടെ 2 ബുഗാട്ടി ഉണ്ട്, ലംബോർഗിനി ഉണ്ട്, മെക്ലാരൻ ഉണ്ട്, പിന്നെ താറുണ്ട്. അപ്പുറത്തെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഹെലികോപ്റ്റർ വരെ ഉണ്ട്. ഇതൊരു റിച്ചായ ആളാ. ഇയാൾ പിന്നെ എന്തൊരു ചെയ്യണമെന്ന് എനിക്കറിയില്ല. അതിപ്പോൾ എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. അല്ല, നിങ്ങൾ ആരാണ്? എന്താ അവിടെ? ശരി, മനസ്സിലായി. നിങ്ങളവിടെ വണ്ടി അടിച്ചു മാറ്റാൻ വന്നതാണല്ലേ? അതെ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഇപ്പം തന്നെ പോലീസിനെ വിളിക്കാൻ പോവാ. പോലീസിനെയാ? അയ്യോ ചേട്ടാ, പോലീസിനെ വിളിക്കേണ്ട ആവശ്യമില്ല. ഞാൻ വണ്ടി അടിച്ചു മാറ്റാനൊന്നുമല്ല വന്നേ. ഞാൻ ജസ്റ്റ് നോക്കാൻ വന്നതാ. അതെ, എനിക്ക് വണ്ടി അടിച്ചു മാറ്റേണ്ട ആവശ്യമില്ല. എൻ്റെ കയ്യിലും ഇഷ്ടം പോലെ ക്യാഷൊക്കെ ഉണ്ട്. നിന്റെ കയ്യിൽ ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ടെന്നാ? താൻ എന്തൊരു പറയണേ? എന്നിട്ടാണോ ആ പേട്ട സൈക്കിളും ചവിട്ടി നടക്കണേ? രാവിലെ തന്നെ ഭയങ്കര തള്ളാണല്ലോ. അതെ, മൈരയ്ക്ക് വിടുന്ന സ്ഥലം വിട്ടോ, അതായിരിക്കും നിനക്ക് നല്ലത്. ആ ചേട്ടാ ശരി, ഞാൻ ദേ ഇവിടെ നിന്ന് പോവാ. ഞാൻ വെറുതെ വന്നതാ. ഗൈസ്, ആക്ച്വലി ഞാനേ വണ്ടി അടിച്ചു മാറ്റാൻ തന്നെയാ വന്നേ. അവിടെ പിന്നെ ഇഷ്ടം പോലെ കാറുണ്ട്. 2 ബുഗാട്ടി, ലംബോർഗിനി, മെക്ലാരൻ, പിന്നെ അവിടെ ഹെലികോപ്റ്റർ വരെ ഉണ്ട്. ഞാനിപ്പോൾ ആലോചിക്കണതേ അവിടെ നിന്ന് ഒരു കാറ് അടിച്ചു മാറ്റിയാലോ എന്ന്. അവിടെ പിന്നെ ഒരു കാറുണ്ട്, ഒരു ബുഗാട്ടിയാ. അത് പക്ഷേ സാധാരണ ബുഗാട്ടിയല്ല, അതൊരു ഗോൾഡിൻ്റെ ബുഗാട്ടിയാ. ഞാനിപ്പോൾ ആലോചിക്കണത് ആ ഗോൾഡിൻ്റെ ബുഗാട്ടി അടിച്ചു മാറ്റിയാലോ എന്ന്. ആ കാറ് പിന്നെ വേറെ എവിടെയെങ്കിലും കൊണ്ട് വിറ്റാലേ നമുക്ക് ഇഷ്ടം പോലെ ക്യാഷ് കിട്ടും. ഞാനിപ്പോൾ അത് ആലോചിക്കണേ. ആ കാർ അടിച്ചു മാറ്റാനും വലിയ ബുദ്ധിമുട്ടില്ല. ഞാൻ പിന്നെ ആദ്യമായിട്ടല്ല വണ്ടികളൊക്കെ അടിച്ചു മാറ്റണേ, അതുകൊണ്ട് കുഴപ്പമില്ല. എൻ്റെ കയ്യിൽ പിന്നെ ഈ ഒരു ട്രക്ക് ഉണ്ട്. ഇത് പിന്നെ ഒരു ചെറിയ കണ്ടെയ്നർ പോലത്തെ ട്രക്കാ. ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പോവാ. ആ കാറില്ലേ, അത് ഈ ട്രക്കിൻ്റെ അകത്ത് കയറ്റും. അന്നേരം ഒരാളും അറിയാൻ പോണില്ലേ. അതിപ്പോൾ ഏതായാലും നല്ല കാര്യമാണ്. എന്നിട്ട് ഞാനേ ഈ ട്രക്കും കൊണ്ട് നേരെ വില്ലേജിൽ പോവും. എന്നിട്ട് വില്ലേജിലുള്ള ഏതെങ്കിലും ഒരു ബില്യണറിന് ആ കാറ് സെയിൽ ചെയ്യും. അതാണ് എൻ്റെ പ്ലാന്. നിങ്ങളപ്പോൾ ഇതായിരിക്കും വിചാരിക്കണ്ടാവുക, വില്ലേജിലിപ്പോൾ ഏത് ബില്യണറാണ് താമസിക്കണേന്ന്. ആക്ച്വലി നമ്മുടെ വില്ലേജിലെ ഇഷ്ടം പോലെ ബില്യണേഴ്സ് താമസിക്കുന്നുണ്ട്. മിക്ക ആളുകളും ടാക്സ് ലാഭിക്കാനാ അവിടെ താമസിക്കണേ. ഈ കൃഷി ചെയ്യണ ആൾക്കാർക്ക് ടാക്സ് ഇല്ലയെന്നാണ് തോന്നണേ. എന്തെങ്കിലും ആവട്ടെ, ഞാനിപ്പോൾ ഏതായാലും കാറ് അടിച്ചു മാറ്റണില്ല. രാത്രി ആവട്ടെ, രാത്രി ആകുമ്പോഴേ നമുക്ക് പോയിട്ട് ആ കാർ അടിച്ചു മാറ്റാം. നമുക്കപ്പോൾ രാത്രി ആവണ വരെ വെയിറ്റ് ചെയ്യാം. 6 hours later. ഓക്കെ, ഇവിടെ എങ്ങനെ രാത്രി ആയിക്കാ? ഇവിടെ പിന്നെ എന്താണാവോ, പുറത്ത് ഭയങ്കര മഴയാ. ഏത് നേരത്താണാവോ മഴ പെയ്തേ? മഴ പെയ്താലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ നമ്മുടെ പണി അങ്ങ് ചെയ്യും. നമുക്ക് പോയിട്ട് ആ കാറങ്ങ് അടിച്ചു മാറ്റാം. ഞാൻ പിന്നെ ഒരു മാസ്കും ഇട്ടുണ്ട്. മാസ്ക് ഇട്ടുകൊണ്ട് എന്നെപ്പോൾ ആരും തിരിച്ചറിയില്ല എന്ന് വിചാരിക്കണു. എന്തെങ്കിലും ആവട്ടെ, ഇനിയിപ്പോൾ നമുക്കേ ആ ബില്ലണറുടെ വീട്ടിലേക്ക് പോവാം. ആ കാറ് പിന്നെ അവിടെ ഉണ്ടായാൽ മതിയായിരുന്നു. ഞാൻ മെയിനായിട്ട് നോക്കണതേ ആ ഗോൾഡൻ ബുഗാട്ടിയാ. ആ കാറാണ് എനിക്ക് അടിച്ചു മാറ്റണ്ടേ. ബാക്കി വണ്ടികൾ അടിച്ചു മാറ്റിയിട്ട് വലിയ കാര്യമൊന്നുമില്ലേ. അത് വിറ്റാലൊന്നും അധികം ക്യാഷൊന്നും കിട്ടിയില്ല. ആ ഗോൾഡൻ ബുഗാട്ടി വിറ്റാലേ നമുക്ക് ക്യാഷ് കിട്ടുള്ളൂ. ഓക്കെ, നമ്മളങ്ങനെ ആ ബില്ലണറിൻ്റെ വീട്ടിലേക്ക് വന്നേക്കാ. ഈ ട്രക്ക് നമുക്ക് തൽക്കാലം ഇവിടെ പാർക്ക് ചെയ്യാം. ഇവിടെ നിന്ന് പിന്നെ മതിൽ ചാടിയിട്ട് അകത്തേക്ക് കയറാം. മെയിൻ ഗേറ്റ് വഴി പോണില്ലേ, അവിടെ പിന്നെ ഒരു സെക്യൂരിറ്റി ഗാർഡ് നിൽക്കുന്നുണ്ട്. അയാൾ നമ്മളെ കണ്ടാലേ പണിപ്പാളും. ഇവിടെ ഇപ്പോൾ നമ്മൾ അകത്തേക്ക് കയറിയേക്കാണ്. ഇവിടെ ഇഷ്ടം പോലെ കാറുണ്ട്. ഇവിടെ ആക്ച്വലി 2 താറുണ്ട് കേട്ടോ. ഒരു താർ റോക്സും പിന്നെ സാധാ താറും. നമുക്ക് പിന്നെ താറൊന്നും വേണ്ട, നമുക്ക് ഈ കാണുന്ന ഗോൾഡൻ ബുഗാട്ടി വേണ്ടേ. നമുക്കപ്പോൾ ഇതങ്ങ് അടിച്ചു മാറ്റാം. അയ്യോ, ഇതിപ്പോൾ എന്തുണ്ടായേ? ഗൈസ്, അതെ, നൈസായിട്ട് പണിപ്പാളി. ആ കാറ് ലോക്കാണ്. നമുക്കിനി ആ കാറിൻ്റെ താക്കോലില്ലേ, അത് കണ്ടുപിടിക്കണം. താക്കോല് മിക്കവാറും വീടിൻ്റെ അകത്തും ഉണ്ടാവുക. ഈ വീട്ടിലാരില്ലേ? ഇവിടെ ഇപ്പോൾ അടിയിൽ ആരെയും കാണാനില്ല. നമുക്കപ്പോൾ മേലേക്ക് കയറാം. ആ താക്കോല് പിന്നെ എവിടെയെന്ന് കണ്ടുപിടിക്കണം. പെട്ടെന്ന് കണ്ടുപിടിക്കണം, നമുക്കധികം സമയമില്ലേ. ഇത് പിന്നെ ബെഡ്റൂമെന്ന് തോന്നുന്നുണ്ട്. അവിടെ സൈഡിൽ ഡ്രോവേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഡ്രോവേഴ്സൊക്കെ സെർച്ച് ചെയ്യാം. അല്ല,
നിങ്ങൾ ആരാണ്? എന്താ അവിടെ? ശരി, ആ ബുഗാട്ടി അടിച്ചു മാറ്റാൻ വന്നതാണല്ലേ? അതെ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഞാനിപ്പോൾ പോലീസിനെ വിളിക്കാൻ പോവാ. പോലീസിനെയാ? അതെ, പോലീസിനെ വിളിച്ചാലേ നിന്നെ ഞാൻ വെറുതെ വിടില്ല. നിന്റെ തലയിലേക്ക് ഞാൻ വെടിവെക്കും. അയ്യോ ചേട്ടാ, എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ വെറുതെ വിടേക്ക്. ഞാൻ പോലീസിനെ വിളിക്കില്ല, സത്യമായിട്ടും വിളിക്കില്ല. പ്ലീസ് എന്നെ വെറുതെ വിട്. അങ്ങനെ ഇങ്ങ് വഴിക്കുവാ. അതെ, ആ ബുഗാട്ടിയുടെ താക്കോൽ എവിടെയാ? തൽക്കാലം ആ താക്കോലില്ലേ, അതെനിക്ക് തന്നേക്ക്. അല്ലെങ്കിൽ നിന്റെ വേറെ എവിടേക്ക് ഞാൻ വെടിയിക്കും. അയ്യോ ചേട്ടാ, എന്നെ വെടിയിക്കല്ലേ. ആ താക്കോല് എവിടെ ഉള്ളതെന്ന് ഞാൻ പറയാം. ചേട്ടാ അതെ, ആ ടിവിയുടെ അടിയിൽ കുറച്ച് ഡ്രോവേഴ്സ് ഉണ്ട്, അതിൻ്റെ ഉള്ളിലാ ആ താക്കോല് ഇരിക്കണേ. ചേട്ടാ എന്നെ വെറുതെ വിട്ടേക്ക്, എന്നെ വെടിയിക്കല്ലേ. ആണോ? എന്നാ ശരി. അപ്പോഴും നിന്നെ വെറുതെ വിട്ടാൽ ശരിയാവില്ല. എന്നാ പിടിച്ചോ, ദേ കിടക്കണോ അവിടെ. ഈ ഡ്രോവേഴ്സിൽ ഉണ്ടെന്നാ പറഞ്ഞേ. ഓക്കെ, ഇവിടെ എനിക്ക് താക്കോലൊക്കെ കിട്ടിയേക്കാ. എന്തെങ്കിലും ആവട്ടെ, നമ്മളങ്ങനെ ഈ കാറ് അടിച്ചു മാറ്റി. ഇനിയിപ്പോൾ നമുക്ക് വേഗം ഇടുന്ന സ്ഥലം വിടാം. ഇവിടെ പിന്നെ ഒരു സെക്യൂരിറ്റി ഗാർഡ് നിൽക്കണ്ടായിരുന്നു, ഒരു ബ്ലാക്ക് ഷർട്ടൊക്കെ ഇട്ടിട്ട്. അയാളെ എവിടെയാണാവോ, ഇവിടെ ഒന്നും കാണാനില്ല. എന്തെങ്കിലും ആവട്ടെ, ഈ കാറില്ലേ തൽക്കാലം ട്രക്കിൽ കൊണ്ടുപോയി കയറ്റാം, എന്നിട്ട് വേഗം ഇവിടുന്ന് സ്ഥലം വിടാം. ഈ കാറ് ഈ ട്രക്കിൻ്റെ അകത്ത് കയറില്ലേ? കയറും തോന്നുന്നുണ്ട്. Meanwhile, ഓക്കെ, ആ കാറെങ്ങനെ ഈ ട്രക്കിൽ കയറ്റിയേക്കാണ് കേട്ടാ. ഇനിയിപ്പോൾ നമുക്ക് വേഗം ഇവിടുന്ന് സ്ഥലം വിടാം. ഞാൻ പിന്നെ അവനെ കൊന്നിട്ടൊന്നുമില്ല കേട്ടാ, ജസ്റ്റ് ബോധം കെടുത്തിയുള്ളൂ. അവന് കുറച്ച് കഴിഞ്ഞാലേ എന്തായാലും ബോധം വരും. ബോധം വന്നു കഴിഞ്ഞാൽ അവൻ പോലീസിന് കംപ്ലൈൻറ്റ് കൊടുക്കും. കംപ്ലൈൻറ്റ് കൊടുക്കാണ്ടിരിക്കില്ല. ഇനിയിപ്പോൾ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല, നമ്മൾ അപ്പോഴേക്കും സ്ഥലം വിട്ടുണ്ടാവും. എന്തെങ്കിലും ആവട്ടെ, ഇനിയിപ്പോൾ നമുക്ക് നേരെ വില്ലേജിലേക്ക് പോവാം. വില്ലേജിലേക്ക് പടച്ചു വിടാം. ഗൈസ്, അതിനു മുൻപേ ഈ വീഡിയോ ഇതൊരിക്കും ലൈക്ക് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അതുമാത്രമല്ല, ചാനൽ ഇതൊരിക്കും സബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കിനി നേരെ വില്ലേജിൽ പോവാം. the next day. ഓക്കെ, നമ്മളങ്ങനെ ഫൈനലി വില്ലേജിൽ വന്നേക്കാ. ഈ കാണുന്ന നീല വീടില്ലേ, ഇതാണ് എൻ്റെ വീട്. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ ട്രക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. അയ്യോ, ഇതെന്തത്? എൻ്റെ കോഴികളൊക്കെ പുറത്തേക്ക് ചാടിയല്ലോ. ഈ കാറ് പിന്നെ പതുക്കെ പുറത്തേക്ക് എടുക്കാം. കാറിൽ പിന്നെ സ്ക്രാച്ച് ഒന്നും വന്നില്ല കേട്ടാ, അതിപ്പോൾ ഏതായാലും നല്ല കാര്യമാണ്. ഈ കാറ് ഇപ്പോൾ ഇവിടെ പാർക്ക് ചെയ്യുക. എൻ്റെ വീട്ടിൽ ഗാരേജ് ഒന്നും ഇല്ലേ? ഒരു കാര്യം ചെയ്യാം, ഈ വീടിൻ്റെ ബാക്കിലങ്ങ് പാർക്ക് ചെയ്യാം. ഈ സൈഡിൽ പാർക്ക് ചെയ്താലേ ആൾക്കാരൊന്നും കാണില്ല. ഇനിയിപ്പോൾ നമുക്ക് ഈ കാറ് വിൽക്കണം, അതോടെ എല്ലാ പണിയും കഴിയും. ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞില്ലേ ഈ വില്ലേജിൽ ഇഷ്ടംപോലെ ബില്യണേഴ്സ് ഉണ്ടെന്ന്. നമുക്ക് ഏതെങ്കിലും ഒരു ബില്യണേറിനെ പോയിട്ട് കാണാം, എന്നിട്ട് ആ കാറങ്ങ് സെയിൽ ചെയ്യാം. അല്ല, ഇതെന്തത്? ഇവിടെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായല്ലോ. ചേട്ടാ അതെ, എവിടെ നോക്കിയിട്ടാ വണ്ടി ഓടിക്കണ്? അതൊരു കാര്യം ചെയ്യ്, ഈ കാറില്ലേ അതെനിക്ക് തന്നേക്ക്. വണ്ടി ഓടിക്കാൻ അറിയാത്തവരെ കാർ ഓടിക്കണ്ട. അല്ല പിന്നെ ഇത് പിന്നെ ഔഡി ടി-ടിയാ. ടി-ടി കുഴപ്പമില്ല, നൈസ് കാറാണ്. എന്തെങ്കിലും ആവട്ടെ, ഇനിയിപ്പോൾ നമുക്ക് പോയിട്ട് ഏതെങ്കിലും ഒരു ബില്യണേറിനെ കാണാം. ഗൈസ്, അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.